രാഹുൽ ഈശ്വർ, ഇവിടെ എന്താണ് ആ കേസിന്റെ ഡീറ്റെയിൽസ്? എന്തുകൊണ്ടാണ് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്, എന്തുകൊണ്ടാണ് ആ സമ്മർദ്ദത്തിലേക്ക് പോയത് എന്നൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ വരട്ടെ. പക്ഷേ എന്താണ് ഒരു കാശുകാരനാവുക എന്നുള്ളത് ഒരു കുറ്റക്കാരനെ പോലെ നമ്മൾ കാണാൻ പാടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വളർത്തി, അതോടൊപ്പം ഒരുപാട് മനുഷ്യരെ കൂടെ ചേർത്ത് നിർത്തി, ഒരുപാട് പേരെ വളർത്തി, ഒരുപാട് കുടുംബത്തിന് അന്നം ഉണ്ടാക്കി കൊടുത്തു, ഒരുപാട് സർക്കാരുകൾക്ക്, സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ കർണാടക സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് കോടികൾ ടാക്സ് കൊടുത്ത് രാജ്യനിർമ്മാണത്തിലൊക്കെ പങ്കാളിയായ ഒരു മനുഷ്യൻ കൂടിയാണ്. അതിനെ അങ്ങനെ കൂടെ കാണണം രാഹുൽ. കറക്റ്റ്, തീർച്ചയായിട്ടും ഹാഷ്മി പറഞ്ഞാണ്ട് കറക്റ്റ്. നേരത്തെ ശ്രീ ബൈജു കൊട്ടാരക്കര സൂചിപ്പിച്ചതുപോലെ $1 ബില്യൺ ആണ് ഇദ്ദേഹത്തിൻ്റെ അസറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 9,000 കോടിയോ 9,100 കോടിയോ ഒക്കെ ആസ്തിയുള്ളൊരു മനുഷ്യനാണ്. ആ വ്യക്തിയെ പോലും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ED റെയ്ഡോ IT റെയ്ഡോ നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ചിന്താവിഷയമാക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് പോലീസ് പോലും ഔദ്യോഗികമായിട്ട് ആ കോണ്ടെക്സ്റ്റ് പറയുകയുണ്ടായി. മാധ്യമങ്ങൾ മാത്രമല്ല, വളരെ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കുന്ന അവിടുത്തെ പോലീസും കൂടി വന്ന് IT റെയ്ഡുകളുടെ കാര്യം സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എത്രമാത്രമാണ് നിയമ സംവിധാനങ്ങളുടെയും നീതിന്യായ സംവിധാനങ്ങളുടെയും ഒരു കോണ്ടെക്സ്റ്റിൽ മിസ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അറിയില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുക എന്ന് നമുക്ക് പലപ്പോഴും അറിയാം. ശ്രീനന്ദാർ സാർ പറഞ്ഞ പോലെ നമ്മളെല്ലാം പല പരിപാടികളും വെച്ച് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മലയാളികൾക്ക് പുതിയ അഭിമാനമാണ്. ബാംഗ്ലൂരിലടക്കമുള്ള മേഖലയിൽ ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റും ബാക്കി ഒരുപാട് കാര്യങ്ങളിലുള്ള വ്യക്തിയാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേർക്ക് സപ്പോർട്ടായിരുന്നു. പലപ്പോഴും കലാരംഗത്തും മറ്റുമൊക്കെ ഒരുപാട് സപ്പോർട്ട് കൊടുത്ത വ്യക്തിയാണ്. ഡീറ്റെയിൽസ് അറിയണം, നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യരുത്. പക്ഷേ തീർച്ചയായിട്ടും ഇതിൻ്റെ ആഴമേറിയ ഒരു ഇതിലേക്ക് നമ്മൾ പോകണം. അത് ഒന്ന് മനുഷ്യനായതുകൊണ്ടും രണ്ട് മലയാളി ആയതുകൊണ്ടും ഏത് മനുഷ്യനോടും നമുക്കൊരു നീതിബോധമുണ്ട്, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ മലയാളികൾക്കും അങ്ങനെയുള്ള ഒരു അഭിമാനമാണ്. രണ്ട്, ദൈവത്തെ ഓർത്ത് നമ്മൾ ഈ വെൽത്ത് ക്രിയേറ്റേഴ്സ്, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റവും നമ്മുടെ നാട്ടിൽ വേണം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാകാറില്ല. സമ്പത്ത് ഉണ്ടാക്കുന്നവൻ മോശക്കാരനാണ് എന്ന ധാരണ പണ്ട് നമുക്കുണ്ടായിരുന്നു, ഇന്ന് കുറേയൊക്കെ മാറി വരികയാണ്. അപ്പോൾ ആ സമ്പത്ത് ഉണ്ടാക്കുന്ന വെൽത്ത് ക്രിയേറ്റേഴ്സ്, വെൽത്ത് ജനറേറ്റേഴ്സ് എന്നൊക്കെയാണ് പറയുക, അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു എക്കോസിസ്റ്റവും അവരടക്കമുള്ള ഒരു പക്ഷേ അപമാനഭാരം കൊണ്ടായിരിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിന് 1000 കോടി ഫൈൻ അടിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകില്ല. അപമാനഭാരമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹം ടാർണിഷ് ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചായിരിക്കാം. നമ്മുടെ ഏജൻസികൾ, ഞാൻ ഒരു ഏജൻസിയും കുറ്റം പറയുകയല്ല, പക്ഷേ കൺവിക്ഷൻ റേറ്റ് ഒക്കെ പത്തറ്റിക്കലി ലോ ആണ്. ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അടക്കം ലോകസഭയിൽ റിട്ടേൺ റെസ്പോൺസായി പറയുന്ന ചില ഏജൻസികളുടെ കൺവിക്ഷൻ റേറ്റ്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരോ ബിസിനസ്സുകാരോ ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന റേറ്റുകൾ വളരെ നെഗ്ലിജിബിളി ലോ ആണ്. 1% താഴെയുള്ള കൺവിക്ഷൻ റേറ്റ് പോലും ഉണ്ട്. അപ്പം പലപ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സമ്മർദ്ദ തന്ത്രമായി ഒരു ബിസിനസ്സുകാരനെ വേട്ടയാടി കഴിഞ്ഞാൽ ബിസിനസ്സുകാരൻ ഏതെങ്കിലും രീതിയിൽ ഇലക്ടോറൽ ബോൺസിനോ ബാക്കി സംഭാവനകൾ വിരിക്കാനോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ വെൽത്ത് ക്രിയേറ്റേഴ്സിനെ ഒരു ED ഉദ്യോഗസ്ഥരുടെ നടപടിയൊക്കെ ഉണ്ട്, നമുക്കറിയില്ല, നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യേണ്ട. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ, എന്താണ് സംഭവിച്ചത് പുറത്തേക്ക് വരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.